ഈ ബീച്ചിൽ ഇതേപോലെ കുറേ പാറക്കെട്ടുകളുണ്ട്. നല്ല ഭംഗിയുണ്ട്. അത് കടലിനോട് ചേർന്നിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക കളറായി പാറയ്ക്ക്. വാവ്, ഇത് പൊളിച്ചു നിറയെ ഉണ്ട്. ഞാനിങ്ങോട്ട് ഇതിൻ്റെ മേലെ കയറി വന്നു. ആഹാ, ഇവിടെ കടലിന് 2 കളറ്, ഒരു ലൈറ്റ് ബ്ലൂ, പിന്നെ അങ്ങോട്ട് ചെറിയൊരു കട്ടിയുള്ളൊരു നീല കളറ്. ഞാൻ കുറേ ഇങ്ങോട്ടേക്ക് കയറി വന്നു. ഇവിടെ നോക്ക്, ബാക്കിൽ നല്ല കാടാ, അങ്ങോട്ട് നല്ല ഉയരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ പാറക്കെട്ടുകൾ. ഇത് കുറേ ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. അതോ അവിടെ നിന്നാണ് ഞാൻ നടന്നിങ്ങോട്ടേക്ക് വന്നത്. അവിടെ എൻഡിൽ എന്തോ ഒരു റെസ്റ്റോറൻറ്റോ കഫേ അങ്ങനെ എന്തോ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ആഹാ, വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കണ്ടോ, നല്ല ക്ലിയർ വാട്ടർ. തിരമാലകൾ വന്ന് കല്ലിന് ഒന്ന് തൊട്ടിട്ട് തിരിച്ചു പോകും. ഇവിടെ ഒരു കഫേ ഉണ്ട്, ഈ കോർണറിലായിട്ട് ഒരു കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. അവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഈ ഒരു ബീച്ചിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബാമ്പു കൊണ്ടുണ്ടാക്കിയ, ബാമ്പുവും പിന്നെ കുറച്ച് മരമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ചെറിയൊരു കഫേ. ഇവിടെ നല്ല ചെയറൊക്കെ ഇട്ടിരിക്കുന്നു. ആഹാ, പൊളി. ഇവിടെ അങ്ങോട്ട് മുകളിലേക്ക് റിസോർട്ടാണ്, വലിയൊരു റിസോർട്ടുണ്ട് ഇവിടെ, ഖൊറാൻ. ഇവിടെ പാറക്കല്ല്, വലിയ പാറക്കല്ലിൻ്റെ മുകളിൽ ഹഡ്സൺ റിസോർട്ട് എന്ന് കൊത്തി വച്ചിരിക്കുന്നു. ഹഡ്സൺ റിസോർട്ട്, കോപ്പൻഹാഗൻ. അവിടെ നല്ല രസമുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ആ, നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് മാത്രമാണോ തോന്നുന്നത് ഭംഗി? നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? ഇവിടെ ഈ കല്ലുകളെല്ലാം ചവിട്ടി ചവിട്ടി എൻ്റെ ഷൂ തേഞ്ഞിട്ട് വേണം ഞാൻ മുകളിലേക്ക് എത്താൻ. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. അതുകൊണ്ടോ, ഉണ്ടല്ലോ, തീർച്ചയായും ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വരുമോ? ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറിയിട്ട് മേലേക്ക് പോവാം അല്ലേ? അവിടെ കണ്ടോ, മരത്തിൻ്റെ കാലിൻ്റെ മേലെ കടലിലേക്കൊരു ബാൽക്കണി പണിതിട്ടിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെതാ. അവിടേക്ക് പോവാം. വാ, കമോൺ. ഇവിടെ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ വലിയ കയറ്, പിന്നെ ഇതൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഇതിനെന്താ പറയുക? ഫേണ്, ഡ്രൈ ആയിട്ടുള്ള
അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, എന്നെ മാടി മാടി വിളിക്കുന്നു. മരത്തിൻ്റെ കുറേ പീസുകൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. കൊറാം റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഊഞ്ഞാൽ കണ്ടോ? ആഹാ, ഇതിൽ ഞാൻ ആടും, കുറച്ച് കഴിയട്ടെ. ഇവിടെ വേറൊരു ഊഞ്ഞാൽ, തികച്ചും നാച്ചുറൽ. ഒരു മരത്തിൻ്റെ കഷ്ണം അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മേലെ കെട്ടി വെച്ചിരിക്കുന്നു. ഇതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസ്. കൊറാം. ഇങ്ങോട്ടുള്ളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ചെയ്ത് വെച്ച് നോക്ക് എന്താണ് ഇവിടെ. നമ്മളെ സാധനം നമുക്ക് മലർന്ന് കിടക്കുക, ആകാശം നോക്കുക, കടൽ കാണുക. പിന്നെ ഇത് ഊഞ്ഞാൽ. ഇതിൻ്റെ ഓണർക്ക് ഊഞ്ഞാലുമായിട്ട് എന്തോ ഒരു ബന്ധം കാര്യമായിട്ടുണ്ട്. ഹമ്മോക്ക് പിന്നെ ഒന്നും രണ്ടൊന്നുമല്ല, ഒരുപാട് ഹമ്മോക്കുണ്ട്. ഇവിടെ ഒരു ഹമ്മോക്ക്, ഇവിടെ ഒരു ഹമ്മോക്ക്, അതിൻ്റെ നേരെ താഴെ അവിടെ ഒരു ഹമ്മോക്ക്. ഇതിൻ്റെ നടുവിൽ വലിയൊരു പാറ. നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പൊളിച്ചു. ഇവിടെ ഒരു കായക്കിനെ കുത്തനെ നിർത്തിയിരിക്കുന്നു. ഇവിടെയൊക്കെ ചെടികളാണ്, നിറയെ ചെടികളാണ്. കേങ്ങ് അവിടെ നിന്നുണ്ട്, തേരാപ്പാര നടന്ന് കളിക്കുന്നു. ഇവിടെ ഒരു ചെറിയ തെങ്ങിൻ തൈയുണ്ട്, ഒന്നല്ല കുറേ ഉണ്ട്, അതിൻ്റെ അപ്പുറമുണ്ട്. ഇതിൻ്റെ ഓണർ ഊഞ്ഞാൽ കണ്ട് പേടിച്ചു പോയതാന്ന് തോന്നുന്നു. പിന്നെ ഇതെവിടെ ഒരു ഊഞ്ഞാൽ? ഇതിലൊക്കെ ഞാൻ ആടേണ്ടി വരുമായിരിക്കും അല്ലേ? എൻ്റെ അമ്മോ, കായക്കൊക്കെ കടലിൽ പോകേണ്ട സാധനം കരക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇത് നമ്മൾ പണ്ട് കൊപ്പയം ഐലൻഡിൽ ഒരു ബാറിൻ്റെ വീഡിയോ ചെയ്തത് ഓർമ്മയുണ്ടോ? അതേപോലെ വേറൊരു സംഭവം. ഇതിപ്പോൾ ഞാൻ ഈ ഊഞ്ഞാലെല്ലാം ആടിയിട്ട് ഇവിടുന്ന് തിരിച്ചു പോവുക. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ പൊളിച്ചു. നിറയെ സ്റ്റാറ്റ്യൂ പലതും. ആരും തുണി കൊടുത്തിട്ടില്ല, ഉണ്ടോ? വാവ്, കിടിലനല്ലേ? കിടിലൻ വ്യൂ അല്ലേ കൊപ്പങ്ങാൻ ഐലൻഡിൽ നിന്ന് നമ്മൾ കാണുന്നത്? ഇതിൻ്റെ മുകളിലൊക്കെ ചെയ്തത് നോക്ക്. ഇതൊക്കെ കയറാ, വലിയ കയറ് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അതിനെ വെച്ച് പലതും ചെയ്തിരിക്കുന്നു. ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, തെങ്ങിൻ തൈയൊക്കെ വെച്ചിരിക്കുന്നു. ആഹാ, ഇതൊക്കെ കാണണം ഗൈസ്. അവിടെ ഒരു ബാർ കൗണ്ടർ. പൊളിച്ചു. ഇയാളിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ലാക്ലെയർ കോഫി ഷോപ്പാ. മാറി പൊളിച്ചു. അത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ഇരിക്കാനുള്ള ഒരു സംഭവം കണ്ടോ? ഇത് ഒറ്റ പലക ടേബിള്. എന്ത് കനത്തിലാണ് ഉള്ളതെന്നറിയോ? അത് പൊളി സാധനം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ പാറക്കെട്ടും അതിൻ്റെ അകത്തൊരു ഹമ്മോക്കും. ഇവിടെ ഇരിക്കാനുള്ള ഒരു ടേബിളും കുറച്ച് മരക്കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബോബ് മെർലി തന്നെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അങ്ങോട്ട് കടൽ,
ആ കടലിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ആഹാ, ഇതൊരു പ്രത്യേക സ്ഥലത്ത് പോയ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുണ്ട് നടക്കാൻ. നടന്നു നോക്കാം. അവിടെ പിന്നെ ഒരു അമ്മോക്ക്. ഓ, ഇതിൻ്റെ മേലേക്ക് കയറിപ്പോണം കേട്ടോ. അവിടെ ഒരു ഹൈറ്റിൽ ഒരു ബാൽക്കണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലും പല സംഭവങ്ങളുണ്ട്. ആദ്യം നമുക്കിവിടെ ഇതൊക്കെ ഒന്ന് കാണാം. ഇവിടെ വലിയൊരു ടേബിള്. ആ, എന്ത് നീളമാണ് ഈ ടേബിളിന്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഇപ്പുറം ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ. നേരെ താഴെ കടൽ. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇത് ഒരു കോർണറിലായിട്ടാണ് ഇവരിത് പണിതത്, കടലിൻ്റെ അറ്റത്ത്. ആഹാ, പൊളിച്ചു. ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇതാ പിന്നെയോ ഇരിക്കാനുള്ള ടേബിളും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ നോക്ക്. വാ, എന്ത് ഭംഗിയാണ് നോക്ക്. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള പാറ തന്നെയാണ്. ഇവർ കൊണ്ടുവച്ചോന്നല്ല. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? തെങ്ങിൻ്റെ തൈകൾ ചെറുത് രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും അറ്റത്തേക്കാണ്. ആഹാ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പുറത്ത് പാറക്കല്ലും കടലൊക്കെ കണ്ടോ. ഇതെത്രയാ ഉള്ളത്? ഞാൻ കുറേ നടന്നു, ഒരുപാടുണ്ട്. ഇവിടെ വന്ന് നോക്കിയാൽ ഇവിടെ കണ്ടോ ഒരു ലോകം, ഒരു റെസ്റ്റോറൻ്റാണിത്. ഓ, എന്തൊരു അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്, ഞാനിതിൽ നടക്കുന്നുണ്ട്. ഈ സ്ത്രീ ഇപ്പം കടലിലേക്കങ്ങ് എടുത്ത് ചാടുമോ? ഞാൻ സാക്ഷി പറയേണ്ടി വരും. പിന്നെ എൻ്റെ അമ്മോ, ഈ ഓണർ ഇവിടെയും പണി വെച്ചിരിക്കുന്നു രണ്ടമ്മോക്ക്. ഇതൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണാവുമല്ലോ, തളരുമല്ലോ, ഉറക്കം വരും. അപ്പോൾ അതിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ കണ്ടോ. ആഹാ, മനോഹരം എന്നല്ലാതെ എന്താ പറയാനാ. ഞാൻ നിൽക്കുന്നത് എവിടെയാ അറിയോ? ഇതുണ്ടോ, ഇവിടെ ഈ അറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതിലെ സ്റ്റെപ്പുകൾ പണിതിട്ടുണ്ട്. ഇതിലേ നമുക്ക് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ കടലിൽ നല്ല ഷാമ്പൂ സോപ്പെല്ലാം ഇട്ടിട്ട് കുളിച്ചിട്ട് കയറാം. വലിയൊരു റെസ്റ്റോറൻറ്റ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നോ ലൈഫ് ഗാർഡ് ബിയോണ്ട് ദിസ് പോയിന്റ്. Swim at your own risk. No alcoholic beverages. Children should not use the swimming pool. ഇതാണ് ഖൊറാം. കാങ് അതോ അവിടെ അങ്ങ് ദൂരെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ സീലിംഗ് ഒക്കെ കണ്ടോ, മുഴുവൻ നമ്മുടെ തെങ്ങിൻ്റെ ഉണങ്ങിയ ഓലയില്ലേ, അതങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഒരു പ്രത്യേക ഫീലിംഗ് ഇതിൻ്റെ ഉള്ളിൽ. ഒരു എന്താ പറയുക ഇതിന്, നിങ്ങൾ തന്നെ പറഞ്ഞോ, ഞാൻ പറഞ്ഞു മടുത്തു. അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് തുണിയൊന്നും ഇടാതെ.
ഇവിടെ പിന്നെ നമുക്ക് അവിടെ രണ്ടാൾ ഇരിക്കുന്നുണ്ട്. കാറ്റ് നന്നായിട്ട് വന്നാൽ അവർ രണ്ടാളും കടലിലേക്ക് വീഴും. അത്രയ്ക്കും അറ്റത്താണ് അവരിയ്ക്കുന്നത്. ഇവിടെ കാങ് മെനു നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ പിന്നെ നമുക്ക് എനിക്ക് വയ്യ. ഇതിൻ്റെ ഓണറെ പ്രസവിച്ചത് ഹമ്മോക്കിലാണെന്ന് തോന്നുന്നു. ഓ പിന്നെയും ഇതാ ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ടോ? ഈ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ കടലിൽ പോയി വീഴാം. വീഴുന്നതൊക്കെ സ്വന്തം റിസ്കിലാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഉത്തരവാദിയല്ല നിങ്ങളിവിടെ വന്നിട്ട് എന്ത് ചെയ്താലും. ഞാനിത് എവിടെയൊക്കെ എടുക്കേണ്ടത് വീഡിയോ? ഇത് നോക്ക്. ഇങ്ങനെ നമ്മൾ ആദ്യം പോയത് അതോ അവിടെ ദൂരെ കാണുന്നില്ല പാറക്കെട്ടുകൾ, അവിടെയായിരുന്നു. ഗ്രിൽ ചിക്കനും ഗ്രിൽ ചെയ്തിട്ടുള്ള മീനൊക്കെ കണ്ടു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കഴിക്കണ്ടേ? എന്തായാലും കഴിക്കണം. അപ്പോൾ ഈ സ്ത്രീ ഞാനൊരു ഗ്രില്ല് മീനും ഒരു ഗ്രിൽ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടാവുന്ന അറിയണ്ടേ? സാൽമണിന്റെ പീസ് മോനെ കിടക്കുന്നതാ. സാൽമൺ തൽക്കാലം നമുക്ക് വേണ്ട. ഇതും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഒരു പീസ് ചിക്കനും ഒരു മീനും. അതവൾ എനിക്ക് സൂപ്പറായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇന്നത്തെ ഡിന്നറാണത്. നമ്മുടെ തുനയില്ലേ, തൂന ഫിഷാണിത്. കണ്ടോ ചമഞ്ഞൊരുങ്ങി കിടക്കുന്നത്. ഇത് നമ്മൾ വാങ്ങുമ്പോൾ അവർ വീണ്ടും അതിനെ ഒന്ന് ചൂടാക്കി റെഡിയാക്കി തരും. ഇവനെയാണ് ഞാനിന്ന് കഴിക്കുന്നത്. കാങ് ആ ഒരു ചിക്കൻ ചുട്ടത്. ഈ മീൻ മൊത്തം ഞാൻ കഴിക്കുന്നു. സ്വീറ്റ്സ് കാങ് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് സ്വീറ്റ്സ് വാങ്ങാൻ വന്നിരിക്കുന്നു. ഇതുണ്ടോ? ഇതില് നിറയെ സ്വീറ്റ്സാ. ഈ സ്വീറ്റ്സ് ഒക്കെ കണ്ടിട്ട് കക്ഷി വായിൽ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. ഇവിടെയും ഉണ്ട്, അവിടെയും ഉണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി ടു ഈറ്റ് ആണ് എല്ലാം. അപ്പുറത്ത് വന്നാല് എന്തൊക്കെ സാധനങ്ങളുള്ളത്. എനിക്ക് പിന്നെ സ്വീറ്റ്സ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല.